എല്ലാവർക്കും വന്ദനം. ഞാൻ സാംകുട്ടി ചാക്കോ നിലമ്പൂർ ഹാലലിയ പത്രത്തിന്റെ എഡിറ്ററാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ടിനു ജോർജുമായി ബന്ധപ്പെട്ട വിവാദമായ ഒരു വീഡിയോ ക്ലിപ്പും അതിനോടുള്ള എൻ്റെ പ്രതികരണവും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ധാരാളം ആളുകൾ അത് കണ്ടു, നിരവധി പ്രതികരണങ്ങൾ ലഭിച്ചു. നേരിട്ടും അല്ലാതെയും എന്നോട് അഭിനന്ദനവും വിമർശനവും പറഞ്ഞ നിരവധി ആളുകളുണ്ട്. എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കുറച്ചാളുകൾ കുറെ വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നു. അത് മറ്റു പല ദൈവദാസന്മാരെ കുറിച്ചുള്ളതാണ്. ഇവരെയൊക്കെ വിമർശിക്കണമെന്ന് പറഞ്ഞു. തുറന്നു പറയട്ടെ, അങ്ങനെ എല്ലാവരെയും വിമർശിക്കുക എന്നുള്ളതല്ല എൻ്റെ വീഡിയോകളുടെ ഉദ്ദേശം. ഇവിടെ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഒരു വീഡിയോ, അതിനോടുള്ള എൻ്റെ ഒരു പ്രതികരണം ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ പാസ്റ്റർ ടിനു ജോർജിനെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ ബഹുമാനിക്കുകയും അദ്ദേഹം ദൈവരാജ്യത്തിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 30ഓളം വർഷമായി ഹാലലിയ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഞാൻ നടത്തി വരുന്നു. കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഒരു കണ്ണാടിയായിട്ടാണ് ഹാലലിയ പത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ വായനക്കാരോട് എനിക്ക് ഹൃദയംഗമായ നന്ദി പറയുവാനുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് മൂലധനമായത്. നിങ്ങൾ ആത്മാർത്ഥമായി എന്നോട് കൂടെ നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പത്രപ്രവർത്തന രംഗത്ത് നിലനിൽക്കുവാൻ എനിക്ക് സാധിച്ചത്. ഇപ്പോൾ ഹാലലിയയുടെ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഇതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ ഉറപ്പു പറയാം. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, അത് കേൾക്കുവാനും കാണുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹിതർക്കോ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ അത് ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ശുശ്രൂഷകൾക്ക് ആവശ്യമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങളോടുള്ള ഹൃദയപൂർവ്വമായ നന്ദിയോടെ ആരംഭിക്കട്ടെ. പാസ്റ്റർ ടിനു ജോർജുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതികരണങ്ങളോടുള്ള എൻ്റെ ഒരു മറു പ്രതികരണമായാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആ കമന്റുകളിൽ എല്ലാറ്റിനും മറുപടി പറയുക എന്നുള്ളത് അപ്രായോഗികമാണ്. എന്നാൽ അതിൽ പ്രസക്തമായ ചിലത് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് ഒക്കെയുണ്ട്. അതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അറിയിക്കട്ടെ. ആ പ്രതികരണങ്ങളിൽ ഒരു 90% എന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു. അതായത് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ള നിലയിലാണ് ജനങ്ങൾ അതിനെ എടുത്തത്. തുറന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, പാസ്റ്റർ ടിനു ജോർജിനെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. അദ്ദേഹം ദൈവത്തിന്റെ ഒരു അഭിഷിക്തനാണെന്നും ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള അധികാരം അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ആത്മാക്കളെ നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ചെറിയ പിഴവ്, അതിൽ നിന്ന് അദ്ദേഹം കറക്റ്റ് ചെയ്ത് മടങ്ങി വന്ന് പൂർവാധികം ശക്തിയോടെ ദൈവവചന ശുശ്രൂഷയിലും സഭാ ശുശ്രൂഷയിലുമൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അതിന് അദ്ദേഹത്തെ സഹായിക്കത്തക്ക നിലയിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു വിമർശനമാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയത്. ഇത് സംബന്ധിച്ച് ധാരാളം വിമർശനങ്ങൾ, ട്രോളുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അതറിയാം. എങ്കിലും എൻ്റെ ഈ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തെ അംഗീകരിച്ച, അതിനോട് താല്പര്യം പ്രകടിപ്പിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. എന്നാൽ വളരെ ചുരുക്കം ചിലർ ഞാൻ അദ്ദേഹത്തെ വെളുപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന ഒരു പ്രതികരണം അതിനകത്ത് കണ്ടു. ആ പ്രതികരണത്തോടെ എനിക്ക് പറയുവാനുള്ളത്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അദ്ദേഹത്തെ ഒരു വിഷയം കിട്ടിയപ്പോൾ തലയ്ക്കടിച്ച് കൊന്ന് ഇല്ലാതെയാക്കി ഒരു മനുഷ്യന്റെ ശുശ്രൂഷ നശിപ്പിച്ച് കളയുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദൈവദാസൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തൻ്റെ തെറ്റുകൾ തിരുത്തി കൂടുതൽ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, സമൂഹത്തിന് അദ്ദേഹം പ്രയോജനമായി മാറണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മാത്രമാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇപ്പോഴും അതേ മനോഭാവത്തിൽ തന്നെയാണ് ഞാൻ ആ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്. അടുത്ത ഒരു പ്രതികരണം, ഞാൻ ആ പരാമർശിച്ചതിന് അപ്പുറത്ത് പാസ്റ്റർ ടിനു ജോർജ് ദൈവത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിക്കുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങി. എന്തുകൊണ്ടാണ് ഞാൻ അതിനോട് പ്രതികരിക്കാതിരുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. സത്യത്തിൽ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാനത് കണ്ടിരുന്നെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഈ പ്രതികരണം കൂടെ പറയാമായിരുന്നു. അവിടെ സംഭവിച്ചത്, ഞാനത് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. അദ്ദേഹത്തിന്
ദൈവപ്രത്യക്ഷതയുണ്ടായി, ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് ദൈവശബ്ദം കേട്ടതായിരിക്കാം. എന്തായാലും അദ്ദേഹം അവകാശപ്പെടുന്നത് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സംസാരം അദ്ദേഹം തന്നെ തൻ്റെ ശബ്ദത്തിൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് അത് സഭയിൽ കൊണ്ടുവന്ന് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തത് എന്ന് പറഞ്ഞ് അത് കേൾപ്പിച്ചു. ഇവിടെ സംഭവിച്ച ഒരു ചെറിയ മിസ്റ്റേക്ക്, അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്തു. അത് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് ഇത് ദൈവത്തിന്റെ ശബ്ദമായിട്ടാണ് തെറ്റിദ്ധരിച്ചത്. ആ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതായിട്ടാണ് ആളുകൾക്ക് മനസ്സിലായത്. പ്രതികരണങ്ങളെല്ലാം കണ്ടാൽ നമുക്കത് മനസ്സിലാകും. വളരെ പ്രമുഖരായ യൂട്യൂബേഴ്സ് ഒക്കെ നടത്തിയിരിക്കുന്ന വിമർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതാ ഒരാൾ, ദൈവം നേരിട്ട് സംസാരിക്കുന്ന ആൾ, ദൈവം നേരിട്ട് സംസാരിച്ചത് റെക്കോർഡ് ചെയ്തയാൾ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്നത്. ആ വിമർശനങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം ദൈവത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തതല്ല, അത് കേട്ട കാര്യം, ദർശനത്തിൽ ലഭിച്ച കാര്യം അദ്ദേഹം പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് അത് കേൾപ്പിക്കുകയായിരുന്നു. എന്നാൽ അതിനു പകരം അദ്ദേഹം എഴുതി വെച്ചിട്ട് കൊണ്ടുവന്ന് വായിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തതയുണ്ടായനെ, ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കത്തില്ലായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ മിസ്റ്റേക്ക് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ഇങ്ങനെ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം മലയാളത്തിൽ സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ, ദൈവമായതുകൊണ്ട് ദൈവത്തിന് ഏത് ഭാഷയിലും സംസാരിക്കാം, അല്ലെങ്കിൽ ദൈവമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അത് മലയാളത്തിലായിരിക്കാം, ഇംഗ്ലീഷിലായിരിക്കാം, എന്തായാലും അദ്ദേഹം തൻ്റെ ശബ്ദത്തിൽ അത് റെക്കോർഡ് ചെയ്ത് സഭയിൽ കേൾപ്പിച്ചു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നെ ബാധിക്കുന്ന വിഷയം അതല്ല. എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ആ സംസാരിച്ച കാര്യം എന്താണെന്നുള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിച്ച ആ കാര്യവും ഒരു ശാപവചനമാണ് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചതെന്നുള്ളതാണ് പ്രശ്നം. അതാണ് അദ്ദേഹം സഭയിൽ കൊണ്ടുവന്ന് പറയുന്നത്. ഓർക്കുക, 6 ദിവസം തങ്ങളുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഞായറാഴ്ച സഭയിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ന്യൂ ജനറേഷൻ സഭകളിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ഒന്ന് ഇറക്കി വെച്ച് അല്പം ദൈവവചനം കേട്ട് പ്രാർത്ഥനകൾ അനുഭവിച്ച് ആരാധനയിലൊക്കെ പങ്കെടുത്ത് പാട്ടൊക്കെ പാടി ആ മനസ്സിന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചിട്ട് സമാധാനത്തോടെ പോകാനായിട്ടാണ് ഇതുപോലുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരോട് ശാപവാക്കുകൾ പറയുകയോ അവരെ അസ്വസ്ഥരാക്കുകയോ കൂടുതൽ നിരാശയോടുകൂടി അവരെ മടക്കി വിടുകയോ അല്ല ചെയ്യേണ്ടത്. ദൈവവചനം അവർക്ക് ആശ്വാസത്തിൻ്റെതാകണം, അവർക്ക് സമാധാനം നൽകുന്നതാകണം, അവരുടെ മുറിവുകളെ ഉണക്കുന്നതാകണം, അവരുടെ വേദനകളിൽ ആശ്വാസമായി മാറണം. അങ്ങനെയുള്ള വചനങ്ങളാണ് നമ്മൾ നൽകേണ്ടത്. ടിനു ജോർജിന്റെ പ്രസംഗങ്ങൾ ഉടനീളം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ നന്നായിട്ട് ആളുകളെ കംഫർട്ട് ചെയ്യുവാൻ സാധിക്കുന്ന, അറിയാവുന്ന ആളാണ് ഇദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാകും. വളരെ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കുന്ന, വളരെ നന്നായി ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സഭയിൽ പറഞ്ഞു. അവിടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ കറക്റ്റ്നെസ് അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടിയിരുന്നു. ഇത്തരം കാര്യങ്ങൾ പൊതുവായി ലൈവായി നടക്കുന്ന ഒരു ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് ഉള്ള ഒരു ശുശ്രൂഷയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. തൻ്റെ സഭയുടെ ഒരു പൊതുയോഗത്തിലോ ഒരു കമ്മിറ്റി മീറ്റിങ്ങിലോ അല്ലെ തൻ്റെ സഭ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജനറൽ ബോഡിയിലോ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ശക്തമായിട്ട് പറയുന്നതിനും അപകടമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ അദ്ദേഹം ഈ വാക്കുകൾ പറയുമ്പോൾ അത് പൊതുലോകത്തോടാണ് പറയുന്നത്, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, അവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടുമാണ് പറയുന്നത്, ലൈവിൽ അദ്ദേഹത്തെ ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടുമാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ അപകടം ഇരിക്കുന്നത്. ആ കാര്യങ്ങൾ അദ്ദേഹം തുടർന്ന് ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ ആ ഭാഗം വിടുന്നു. അടുത്തത് പ്രതികരണങ്ങളിൽ പ്രധാനമെന്ന് എനിക്ക് തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്പോസ്തോലന്മാർ ഇതേ കാര്യം മുൻപ് ചെയ്തിട്ടുണ്ട്. അതായത് ജനത്തിനിടയിൽ അപ്പോസ്തോലന്മാർ ശുശ്രൂഷിക്കുമ്പോൾ അനന്യാസ് സഫീറ എന്ന് പറയുന്ന 2 പേർ വീണ് മരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ശാപകരമായ കാര്യങ്ങൾ സഭയിൽ പറയുവാൻ അവകാശമുണ്ട് എന്നുള്ള നിലയിൽ ചിലരുടെ പ്രതികരണങ്ങൾ കണ്ടു. അത് അപ്പോസ്തോലിക അധികാരത്തിന്റെ ഭാഗമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, കൊരിന്തു സഭയിലെ ഒരു വ്യക്തിയെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിച്ചു എന്നൊരു ഭാഗമുണ്ട്. അപ്പൊ ഈ 2 ഭാഗങ്ങളും
ടിനു ജോർജ് പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ മാതൃക ഉണ്ട് എന്നുള്ള രീതിയിൽ പലരും പ്രതികരിച്ചു കണ്ടു. ഈ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കുന്നത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോസ്തലന്മാർക്ക് ഉള്ള അധികാരം എന്താണ്? ശരിക്കും ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളുടെ പൗരോഹിത്യ ശ്രേണിയിൽ പുരോഹിതന്മാർക്ക് വലിയ അധികാരങ്ങളുണ്ട്. കത്തോലിക്ക സഭയിലും യാക്കോബ സഭയിലുമൊക്കെ തെറ്റാവരമുള്ള അധികാര ശ്രേണികളുണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നു. പോപ്പിന് തെറ്റാവരമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുരോഹിത വർഗത്തിന്റെ അധികാരത്തിന് കീഴിൽ അടിമകളായി കഴിയേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിന് കീഴിലിരിക്കുന്ന കുഞ്ഞാടുകളായിട്ടാണ് ആ സഭകൾ വിശ്വാസികളെ കണക്കാക്കുന്നത്. എന്നാൽ പെന്തക്കോസ്ത് സഭകളിലേക്ക് വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. പുതിയ നിയമസഭയുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ മനുഷ്യരും, സഭയിലെ അംഗങ്ങളായ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അവിടെ അധികാരത്തിൻ്റെതോ അധികാര ശ്രേണികൾ അധികം കാണുന്നില്ല. എന്നാൽ ശുശ്രൂഷ സംബന്ധമായി ചില സ്ഥാനങ്ങളിൽ പലർക്ക് പല ശുശ്രൂഷ വരങ്ങൾ ഒക്കെ ദൈവം നൽകുകയും ചില ശുശ്രൂഷ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പാണ് ക്രൈസ്തവ ആശയം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അതിനെയാണ് പൗലോസും പത്രോസും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നത്. ഇത് അധികാരത്തിൻ്റെ ശുശ്രൂഷയല്ല, ഇത് ദാസൻ എന്നുള്ള നിലയിൽ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോസ്തലന്മാർ മറ്റുള്ളവർക്കൊരു മാതൃകയാകണമെന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. 1 കൊരിന്ത്യർ 4:6 അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നു, അപ്പല്ലോസും ഞാനുമൊക്കെ നിങ്ങളുടെ ഇടയിൽ മാതൃകയായിരുന്നു, അല്ലെ മാതൃകയായാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 തെസ്സലോനിക്കർ 2:5 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം അതിന് സാക്ഷിയാണ്. അടുത്തത്, ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്, അപ്പോസ്തോലൻ എന്നുള്ള സ്ഥാനത്തിൽ ഘനത്തോടെ ഇരിക്കാം എന്ന് വെച്ചാൽ ആ പൊസിഷന്റെ പ്രാധാന്യത്തോടെ അധികാരത്തോടെ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുവാൻ സാധിക്കും. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല? അപ്പോസ്തോലൻ എന്ന പദവിയുടെ അധികാരം പ്രയോഗിക്കുവാനോ അതുകൊണ്ടുള്ള ബഹുമാനം എടുക്കുവാനോ തയ്യാറാകാതെ, ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. എത്ര വ്യക്തമാണ്! സഭാജനങ്ങളോട്, സഭയിലെ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസിന്റെ മനോഭാവം. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് എത്രമാത്രം ആർദ്രതയുള്ളവരായിരിക്കുമോ അത്രത്തോളം ആർദ്രതയോടെ ആയിരിക്കണം ഒരു അപ്പോസ്തലൻ ശുശ്രൂഷിക്കേണ്ടത് എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട്, എത്ര സ്വീറ്റായിട്ടുള്ള ഒരു വാചകമാണത്. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. ഒരു അപ്പോസ്തോലന്റെ ആ ക്വാളിറ്റിയുടെ മഹത്വപൂർണമായ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു വളരെ വ്യക്തമായി പറയുകയാണ്, സ്നേഹത്തോടെയാണ്, കരുതലോടെയാണ്, ഓമനിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ ഓമനിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസിയോട് അപ്പോസ്തോലന്റെ മനോഭാവം അതായിരിക്കണമെന്ന് പറയുന്നു. മാത്രവുമല്ല, പ്രാണൻ വെച്ച് തരാൻ വരെ, നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ വെച്ച് തരാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഞാനൊരു അപ്പോസ്തലനാണ്, അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട്, ഞാൻ പറയുന്ന വാക്കുകൾ അതുപോലെ സംഭവിക്കും എന്നൊക്കെ പറയുകയല്ല അപ്പോസ്തലനായ പൗലോസ് ചെയ്തിരിക്കുന്നത്. അടുത്ത വാചകം, സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ.
നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോസ്തലനായ പൗലോസ് വേല ചെയ്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. തന്റെ ഉപജീവനത്തിനുള്ളത് താൻ തന്നെ അധ്വാനിച്ച് കണ്ടെത്തിയെന്ന് അദ്ദേഹം പറയുകയാണ്. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ആ ഭാഗം, ആ 12-ാം വാക്യം വരെ വായിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തോലത്വത്തിന്റെ ആ പ്രാക്ടിക്കലായിട്ട് താൻ എങ്ങനെയാണ് അത് ചെയ്തത്, മാതൃകയായതെന്ന് വളരെ വ്യക്തമായി തെസ്സലോനിക്ക ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആ ഭാഗം അപ്പോസ്തോലൻ എന്ന് അവകാശപ്പെടുന്ന പാസ്റ്റർ ടിനു ജോർജ് മനസ്സിരുത്തി വായിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയുവാനുള്ളത്. ഇനി അടുത്ത പ്രശ്നം, ഒരു മനുഷ്യനെ പൗലോസ് സാത്താനെ ഏൽപ്പിച്ചു എന്ന് കാണുന്നില്ലേ? അപ്പോൾ അങ്ങനെ അധികാരം, ഒരു മനുഷ്യനെ സാത്താനെ ഏൽപ്പിക്കാനുള്ള അധികാരം പൗലോസിനുണ്ടോ? ആ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ചെയ്തെങ്കിൽ ഇപ്പോഴത്തെ അപ്പോസ്തലന്മാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലേ? ഇതാണ് അടുത്ത ചോദ്യം. അതായത് അതിന് സാഹചര്യം ഒരുക്കുന്ന സംഭവം കൊരിന്ത്യ ലേഖനത്തിലെ, കൊരിന്ത്യ സഭയിലെ ഒരു പ്രശ്നമാണ്. കൊരിന്ത്യ സഭയിൽ ഒരു മനുഷ്യൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അധാർമികമായിട്ടുള്ള ഒരു കാര്യം ആ സഭയിലെ ഒരു വ്യക്തി ചെയ്തിട്ട് സഭാജനങ്ങൾ അതിനോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ അധികാരം ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കാം. കൊരിന്ത്യ ലേഖനത്തിൽ എന്താണ് വ്യക്തമാക്കുന്നതെന്ന് അതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വളരെ അധാർമികമായ ഒരു കാര്യം നടക്കുന്നു. ആ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചില്ല. സഭയ്ക്ക് എന്തില്ല? ഈ വിഷയത്തിൽ ഒരു പ്രശ്നവും ഇല്ല. അവൻ അധാർമികമായ ജീവിതം നയിക്കുകയും അപ്പോൾ തന്നെ സഭയിൽ ഒരു പ്രധാനിയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ അതിനോടുള്ള അപ്പോസ്തലന്റെ പ്രതികരണമായിട്ടാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്, 4-5 വാക്യങ്ങൾ ഇതേ അധ്യായത്തിന്റെ, അതായത് 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട്, അവിടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അപ്പോസ്തലന്റെ അധികാരം എന്ന് പറയുന്നത് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളും, അതായത് സഭയിലെ ആളുകളും, എൻ്റെ ആത്മാവും, അതായത് പൗലോസിന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചുകൂടി, ഇവർ ഒന്നിച്ചു കൂടിയിട്ട് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം പറയുകയാണ്. ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, ഓർക്കുക, ഈ വ്യക്തിയെ ദൈവത്തിൻ്റെ നാളിൽ അവൻ രക്ഷിക്കപ്പെടേണ്ടതിന്, അവൻ മടങ്ങി വരേണ്ടതിന്, അവൻ വിടുതൽ പ്രാപിക്കേണ്ടതിന്, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. ഇതാണ് വാക്യം, വളരെ വ്യക്തമാണ്. ഇവിടെ പൗലോസ് അദ്ദേഹത്തിന്റെ അധികാരം ഒന്നും ഉപയോഗിക്കുകയല്ല. അദ്ദേഹം സഭയിൽ ആലോചിച്ച്, മൂപ്പന്മാരുമായി ആലോചിച്ച് പ്രാർത്ഥിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനം പറയുകയാണ്. അവനെ എന്ത് ചെയ്യണം? ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം. എന്താണ് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ? ഇവനെ കൈയും കാലും കെട്ടി സാത്താന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നാണോ അർത്ഥമാക്കുന്നത്? അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന വാചകത്തിന്റെ അർത്ഥം ഇത്രയുമേ ഉള്ളൂ. ഈ മനുഷ്യന്റെ പാപം, നമ്മുടെ പാപം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? നമ്മുടെ മനസ്സിലുള്ള പാപ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. അപ്പോൾ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടമോ കാര്യമോ എന്തോ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? അവനെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അത് ആലങ്കാരികമായ ഒരു പ്രയോഗമായിട്ട് മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. മറ്റൊരു ഭാഗത്ത് പൗലോസ് തന്നെ പറയുന്നുണ്ട്, സാത്താന്റെ ദൂതനെ തന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. തന്റെ ശരീരത്തിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ആയിരിക്കാം പൗലോസ്
പൗലോസ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ സാത്താനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവന് ഒരു ക്രമീകരണം ഉണ്ടാകുവാൻ, അവൻ്റെ ജഡത്തിലുള്ള അവൻ്റെ പാപത്തിൽ നിന്ന് അവൻ മടങ്ങി വന്ന് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് സഭ കൂട്ടായി എടുത്ത ഒരു തീരുമാനത്തെയാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. അല്ലാതെ ഒരു അപ്പോസ്തോലിക അധികാരത്തിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി സാത്താനെ ഏൽപ്പിച്ചെന്നല്ല, അവൻ മടങ്ങി വരുവാൻ വേണ്ടി അവനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ വേദഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അടുത്ത വിഷയത്തിലേക്ക്. പുതിയ നിയമസഭയുടെ ആരംഭകാലത്ത് സഭ വളർന്നു വരുന്ന ആ ഘട്ടത്തിൽ സഭയിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ ആരാധനാലയത്തിൽ മരിച്ചു വീണു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും. സംഭവം ഒന്ന് തെളിച്ചു പറയാം. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരിൽ വേദപുസ്തകം കൃത്യമായിട്ട് അറിയാത്തവരും കൂടെ കാണുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടുകൂടെ വിലയിൽ കുറെ എടുത്ത് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. ഇതാണ് സംഭവം. അതിന്റെ കോണ്ടസ്റ്റ് ഇതാണ്. പുതിയ നിയമസഭ ആരംഭിച്ച, യെരുശലേമിൽ ആരംഭിച്ച ആ കാലഘട്ടത്തിൽ വിശ്വാസികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അവർ അവരുടെ വസ്തുവകകളെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വെച്ച വസ്തുവകകളുടെ ആ പണം ഉപയോഗിച്ചാണ് അവരുടെ ഉപജീവന കാര്യങ്ങൾ നടന്നു വന്നിരുന്നത്. അന്ന് വിറ്റവരുമുണ്ട്, അത് കൊടുത്തവരുമുണ്ട്, വിൽക്കാത്തവരുമുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ അനന്യാസ് സഫീറ എന്ന് പറയുന്ന ഈ ദമ്പതികൾ തങ്ങളുടെ വസ്തു വിറ്റപ്പോൾ ആ പണവുമായിട്ട് അവര് നേരെ അപ്പോസ്തലന്റെ അടുത്തേക്ക് വരികയല്ല ചെയ്തത്. വിറ്റ ശേഷം അതിൻ്റെ ഒരു ഭാഗം, അതായത് 1,00,000 രൂപയ്ക്ക് വിറ്റെങ്കിൽ അതിൽ 50,000 രൂപ തങ്ങളുടെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അവരെടുത്തു വെച്ചു. ബാക്കി 50,000 രൂപയുമായിട്ട് പള്ളിയിലേക്ക് വന്നു. പത്രോസിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് വിറ്റ തുക മുഴുവൻ എന്നുള്ള വ്യാജേനയാണ് കൊണ്ടുവരുന്നത്. അവിടെയാണ് അപകടം. ഇത് പത്രോസിനോട് ഞങ്ങളുടെ സ്ഥലം വിറ്റതിൻ്റെ പകുതി തുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടാകുകയില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അവര് തങ്ങൾ വിറ്റത് മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന വ്യാജന, അതായത് സഭയിൽ മറ്റു പലരും തങ്ങളുടെ വസ്തുവകകളെല്ലാം വിറ്റ് കൊടുത്തിരിക്കുന്നു, അപ്പോൾ തങ്ങളും കൊടുത്തവരാണ് എന്ന് കാണിക്കത്തക്ക നിലയിൽ അവരെന്ത് ചെയ്തു? തങ്ങളുടെ വസ്തു വിറ്റ ശേഷം അതിൻ്റെ പകുതി എടുത്ത് തങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് അപ്പോസ്തലന്റെ കാൽക്കൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നിരുന്ന പത്രോസ് ആ ആത്മനിറവിൽ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, നീ പരിശുദ്ധാത്മാവിനോട് ദൈവത്തോടെ വ്യാജം കാണിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞ് കേട്ട വഴിക്ക് ഈ അനന്യാസ് വീണുപോയി. അവൻ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ഞാൻ ഈ വായിച്ച ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ പത്രോസ് ഈ മനുഷ്യനെ ശപിക്കുന്നില്ല, ഒരു ശാപവാക്കും അവിടെ ഉച്ചരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ തനിക്ക് വെളിപ്പെട്ട കാര്യം അവിടെ പറയുന്നു മാത്രമേ ഉള്ളൂ. നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. അനന്യാസേ, ഈ വസ്തു നിന്റേതല്ലായിരുന്നോ? നിന്റെ പണമല്ലായിരുന്നോ? നിന്നോട് ആരും അതിവിടെ കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. നീ എന്തിനാണ് അതിവിടെ കൊണ്ടുവന്നപ്പോൾ അത് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന രീതിയിലായി പോയത് എന്തിനാണ് എന്ന് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. ഈ വാക്ക് കേട്ട ഉടനെ എന്ത് ചെയ്തു? ഇവൻ വീണ് മരിച്ചു പോകുന്നു. അപ്പൊ ഇവൻ മരിച്ച വിവരം അറിയാതെ ഇവന്റെ ഭാര്യയും കയറി വരുന്നു പിന്നീട്. അപ്പോൾ അവളോടും ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവളും എന്ത് ചെയ്യുകയാണ്? മരിച്ചു വീഴുകയാണ്. ഇതാണ് ദാരുണമായ സംഭവമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം വെച്ചുകൊണ്ട് ഇന്ന് ഇതേപോലെ അപ്പോസ്തോലിക അധികാരം ഉപയോഗിക്കാമെന്നാണ് ചിലരുടെ വാദം. അത് ശരിയല്ല. ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. പത്രോസ് ഇവിടെ ഒരു അധികാരവും ഉപയോഗിച്ചിട്ടില്ല. അവരെ ശപിക്കുകയോ അവരെ കൊല്ലപ്പെടുവാൻ വേണ്ടി പത്രോസ് ആഗ്രഹിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പത്രോസിന്റെ വാക്കുകളിൽ സ്നേഹത്തിനപ്പുറത്ത് ഒരു ശാപവാക്കും ഇല്ല. ഇത് കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു പ്രാക്ടീസായി ദൈവവചനത്തിൽ ഒരിടത്തും പിന്നീട് അപ്പോസ്തലന്മാരുടെ ഒന്നും ചരിത്രത്തിൽ കാണുന്നുമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞു തരാം. ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ ധാരാളം ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു.
അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് യെരുശലേമിൽ നിന്ന് ഒരു സംഘം അവിടെ ചെല്ലുന്നു. അവിടെ ആ ചരിത്രം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ശിമോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, അഭിഷേകമല്ല, താൻ കൈവെക്കുമ്പോൾ മറ്റുള്ളവർക്ക് അഭിഷേകം ലഭിക്കണം, ആ വരം തനിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പണവുമായിട്ട് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വരുന്നു. അവിടെ വളരെ ശക്തമായി നീയും നിന്റെ പണവും നിന്നോടുകൂടെ നശിച്ചു പോകുമെന്നുള്ള രീതിയിൽ അപ്പോസ്തലന്മാർ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്നിടത്ത് അത് ശാപമായിട്ടല്ല പറയുന്നത്. നീയും നിന്റെ പണവും നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ദ്രവ്യവുമായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ വില കൊടുത്ത് വാങ്ങുവാൻ വന്ന മനുഷ്യനോടാണ് അത് പറയുന്നത്. എന്നിട്ട് തന്നെ അപ്പോൾ തന്നെ ഈ മനുഷ്യൻ എന്ത് പറയുകയാണ്, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അവരോട്, പ്രാർത്ഥിക്കണമേ എന്ന് അവരോട് പറഞ്ഞ് ആ മനുഷ്യൻ ഒരു മാനസാന്തരം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വില കൊടുത്ത് വാങ്ങാൻ വന്ന ഒരാളോട് പോലും എന്ത് ചെയ്തില്ല, അപ്പോസ്തലന്മാർ അങ്ങനെ അധികാരം കാണിച്ച് കൊന്നുകളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഇങ്ങനെ ശാപമോ അതുപോലെ അന്നേരം തന്നെ ഒരാളെ കൊന്നുകളയുന്നത് പോലെയുള്ള ഒരു കാര്യമേ വേദപുസ്തകത്തിലില്ല. അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതോ ശപിക്കുക എന്നുള്ളതോ ഒന്നും ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ഒരു അധികാരവും അപ്പോസ്തലന്മാർക്കില്ല എന്നുള്ള കാര്യം ദൈവജനം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഭാഗത്ത് ഇത് അപ്പോസ്തോലിക അധികാരത്തിൻ്റെ മാതൃകയാണെന്ന് തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനത്തെ അധികാരങ്ങളൊന്നും അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ടില്ല. അടുത്ത വിഷയത്തിലേക്ക്, പ്രതികരണങ്ങളിലെ മറ്റൊരു വിഷയം, ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകളിലും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്? അവരും പണം പിരിക്കുന്നില്ലേ? അവരും പണം ചോദിക്കുന്നില്ലേ? സത്യമാണ്, എല്ലാ സഭകളും പണം ചോദിക്കുന്നുണ്ട്, പണം പിരിക്കുന്നുണ്ട്, പണം വാങ്ങുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇവിടെ പെന്തക്കോസ്ത് സഭകൾ കഴിഞ്ഞ 100 വർഷമായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭകളുണ്ട്. വളരെ ശക്തമായി ഇവിടെ നിലകൊള്ളുന്ന സഭകളുണ്ട്. ഈ സഭകളെല്ലാം നടക്കുന്നത് വിശ്വാസികളുടെ മനഃപൂർവ്വ ദാനങ്ങൾ കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ശുശ്രൂഷകന്മാരുടെ സന്ധാരണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സഭയുടെ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതും അതാത് സഭയിലെ, ലോക്കൽ സഭയിലെ ആളുകൾ കൊടുക്കുന്ന അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം, ഒരു ഓഹരി അവർ സഭയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ സഭയിൽ പറയാറുമുണ്ട്, പറയുകയും ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ അത് കൃത്യമായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പറയേണ്ടത്. അതൊരു സ്പിരിച്വൽ കറക്റ്റ്നെസ്സോടെയാണ് പറയേണ്ടത്. അത് ദൈവവചനത്തിൻ്റെ ആ കറക്റ്റ്നെസ്സോടെയാണ് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു അപകടവും ഇല്ലല്ലോ. ഇനി അതെല്ലാം ലൈവായിട്ടോ ഒന്നും ഒരു സഭയുടെയും പൊതുയോഗമോ അവരുടെ ഇൻറ്റേർണൽ കാര്യങ്ങൾ പറയുന്നതോ ഒന്നും ലൈവായിട്ട് കാണിക്കാതിരിക്കുക. അതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ദൈവവചന ശുശ്രൂഷയിൽ ഏറ്റവും മാന്യമായ പദങ്ങൾ ഉപയോഗിക്കുക, ഏറ്റവും ഭംഗിയായി സംസാരിക്കുക, ആരെ ഒഫൻഡ് ചെയ്യാതെ സംസാരിക്കുക. ദൈവവചനം പറയുമ്പോൾ മനുഷ്യനെ അത് കീറിമുറിക്കും, പലപ്പോഴും കുത്തുകൊള്ളും. അതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു ദൈവവചന ശുശ്രൂഷകൻ പറയുന്ന വാക്കുകൾ എപ്പോഴും ആ സ്പിരിച്വൽ കറക്റ്റ്നെസ്സോടെ ഉള്ളതായിരിക്കണം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടെ ഉള്ളതായിരിക്കണം, സാമൂഹ്യ അന്തരീക്ഷത്തിന് യോജിച്ചതായിരിക്കണം. ആരെയും ഒഫൻഡ് ചെയ്യുന്ന വാക്കുകളായിരിക്കരുത് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എന്ന് എല്ലാ ശുശ്രൂഷകന്മാരും, അത് ന്യൂ ജനറേഷൻ ആണെങ്കിലും ഓൾഡ് ജനറേഷൻ ആണെങ്കിലും എല്ലാ ശുശ്രൂഷകന്മാരും എല്ലാ പ്രസംഗകരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് തെറ്റുപറ്റാൻ മനുഷ്യരല്ലേ, നമ്മളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഓർത്ത് വെച്ചതോ പഠിച്ചു വെച്ചതോ അല്ലെങ്കിൽ ചിന്തിച്ചതോ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ നാവിൽ കൂടെ പുറത്തു വരുന്നത്. ഒരു വാക്ക് നമ്മൾ അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വന്നു പോയെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ക്ഷമ പറഞ്ഞ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുവാനും അത് കറക്റ്റ് ചെയ്യുവാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അടുത്ത ഒരു വിമർശനം എനിക്കെതിരെ ഉണ്ടായത്, ഇത് ടിനുവിൻ്റെ സഭയിൽ പറഞ്ഞ കാര്യമല്ലേ, മറ്റൊരു സഭക്കാരനായ താങ്കൾ എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നത്? ഇവിടെ ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു IPC-കാരനാണ്, IPC സഭയിലെ അംഗമാണ്. ഞാൻ എന്തിനാണ് ടിനുവിനെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ടിനുവിൻ്റെ ഈ പ്രസംഗം ലോകമെങ്ങുമുള്ള ആളുകൾ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളും അവിശ്വാസികളും മറ്റു മതക്കാരും ഒക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിമർശിക്കുന്നു എന്നുള്ളത് അതിലൊരാളായിട്ട് മാത്രം എന്നെ കണക്കാക്കിയാൽ മതി. മറ്റൊരു സഭക്കാരനായി അല്ലെങ്കിൽ മറ്റൊരു മതക്കാരനായോ മറ്റുള്ളവരോ ഒക്കെ വിമർശിക്കുന്ന പോലെ തന്നെ കണക്കാക്കിയാൽ മതി. പക്ഷെ അപകടം അതുകൊണ്ടല്ല ഞാൻ ഈ കാര്യത്തിൽ ഒരു ചുവടെടുക്കുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ടിനു ലോകമെങ്ങും നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു സുവിശേഷ പ്രസംഗകനാണ്.
ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ആ നന്നായി പ്രസംഗിക്കുവാനുള്ള കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം അത് മാന്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ആ നിലയിൽ ധാരാളം ആളുകളെ അദ്ദേഹം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷയിലെ പോസിറ്റീവായിട്ടുള്ള സ്വാധീനം ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കേട്ട് ആ ദൈവവചന സത്യങ്ങളിൽ നിന്നും മാറിപ്പോകുവാൻ പാടില്ല. ഒരു കൺസേൺ കൂടെ ഈ പറയുന്നതിനകത്തുണ്ട്. ഇനി മറ്റൊരു കാര്യം, കേരളത്തിൽ ധാരാളം ന്യൂ ജനറേഷൻ പ്രസംഗകരുണ്ട്, സഭക്കാരുണ്ട്. ആ പ്രസംഗകരിൽ 99% പേരെയും ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകൾ അംഗീകരിക്കുന്നില്ല. ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകൾ ഇവരെ ആരെയും എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെ ഓർക്കുക, ലോകമെങ്ങുമുള്ള ആളുകൾക്ക് ഇതൊന്നും ഇങ്ങനെ വേർതിരിച്ച് ന്യൂ ജനറേഷനോ പെന്തക്കോസ്റ്റിനോ ഒന്നും വേർതിരിച്ച് അറിയത്തില്ല. ആകെ അറിയാവുന്ന എല്ലാവരെയും പെന്തിക്കോസ്തുകാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്റ്റിന് മൊത്തം അപമാനകരമാകുന്ന, എല്ലാ പെന്തക്കോസ്തുകാരും ഇങ്ങനെയാണെന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, സമൂഹം അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ചുമതല ഒരു മാധ്യമ പ്രവർത്തകൻ, പെന്തക്കോസ്ത് സഭാംഗം എന്നുള്ള നിലയിൽ എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിമർശിക്കുവാൻ തയ്യാറായത്. മറ്റൊരു കാര്യം കൂടെ, ഈ ന്യൂ ജനറേഷൻ സഭകൾ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അവരിൽ പലരുമായിട്ടും അടുത്ത ബന്ധം പുലർത്തുന്നു എന്നും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അവരെ സ്നേഹിക്കുന്നുമുണ്ട്. ഈ ടിനു ജോർജിനെ ഉൾപ്പെടെ ഞാൻ സ്നേഹിക്കുന്നു. അവരുമായിട്ടെല്ലാം സൗഹൃദവുമുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ 99% പേരെയും ഒരു പെന്തക്കോസ്ത് സഭയും തങ്ങളുടെ വേദികളിലേക്ക് ക്ഷണിക്കാറില്ല. എന്നാൽ ടിനു ജോർജ് അങ്ങനെയല്ല. ലോകമെങ്ങുമുള്ള മലയാളി പെന്തക്കോസ്ത്, ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകൾ ന്യൂ ജനറേഷൻ സഭകളിൽ നിന്ന് വിളിച്ച് പ്രസംഗിപ്പിക്കുന്ന ഒരു പ്രസംഗകനാണ് ടിനു ജോർജ്. അപ്പോൾ പെന്തക്കോസ്ത് വേദികളിൽ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ പെന്തക്കോസ്ത് സമൂഹം ആചരിച്ചു വരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചു വരുന്ന വിശ്വാസ പ്രമാണങ്ങളുടെയും അവരുടെ രീതികളോടും ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ബാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എല്ലാ പെന്തക്കോസ്തുകാർക്കും അപമാനകരമായ ഒരു കാര്യം പാസ്റ്റർ ടിനു ജോർജിൽ നിന്നുണ്ടായപ്പോൾ അതിനെ വിമർശിച്ച് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ഭാവിക്കും ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ലോക്കൽ സഭയിൽ ജനറൽ ബോഡിയിൽ പറയുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞുപോയ കാര്യത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചു പോയ ഒരു പാളിച്ചയിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു ന്യായീകരണം, പഠിപ്പിക്കുന്നവർക്ക് ഓഹരി കൊടുക്കണമെന്ന് ദൈവവചനത്തിലുണ്ടല്ലോ. ശരിയാണ്, ഓഹരി കൊടുക്കണം. സഭയിൽ ദശാംശമോ അല്ലെങ്കിൽ സംഭാവനയോ സ്തോത്രകാഴ്ചയോ ഒക്കെയായി നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കണം. അത് ആ സഭയുടെ നടത്തിപ്പിന് ആവശ്യമാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഏത് സഭയാണെങ്കിലും, അത് ന്യൂ ജനറേഷൻ ആണെങ്കിലും അല്ല ട്രഡീഷണൽ സഭയാണെങ്കിലും, നിങ്ങളുടെ കണക്കുകൾ കൃത്യമായി എഴുതി വെക്കുകയും അത് ഓഡിറ്റ് ചെയ്യുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ കാര്യങ്ങളിൽ കൂടെ എല്ലാവരും ശ്രദ്ധ പുലർത്തണം. ഈ കാലത്ത് നമ്മളുടെ കയ്യിൽ മറ്റുള്ളവർ തരുന്ന സംഭാവനകൾ, നമ്മൾക്ക് ലഭിക്കുന്ന സ്തോത്രകാഴ്ചകൾ, ദശാംശം, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുവാനുള്ള ഒരു അക്കൗണ്ടബിലിറ്റി കൂടെ സഭകൾ കാണിക്കേണ്ടത് ആവശ്യമാണ്. സഭാജനങ്ങൾ ദൈവദാസന്മാർക്ക് പണം കൊടുക്കണം, അത് നിർബന്ധമാണ്. ആ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകളിൽ നിന്ന് ഓഹരി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. ദൈവം തന്നതാണ് നമ്മുടെ കയ്യിലുള്ളത്. ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വകയാണെന്ന് മനസ്സിലാക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് ഓരോ ഓഹരി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കൊടുക്കുവാൻ എല്ലാവരും തയ്യാറാകുക. അത് അനുഗ്രഹകരമാണ്. കൊടുക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ടിനു ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഈ സംഭവത്തിലൂടെ ഇത് ധാരാളം ആളുകൾ കണ്ടു, വിമർശിക്കപ്പെട്ടു. ശരിയാണ്, അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റി. ആ തെറ്റ് ലോകം മുഴുവൻ ട്രോളുകളായി, സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകളായി, എഴുത്തുകളായി ഒക്കെ പ്രചരിച്ച് വളരെ നെഗറ്റീവായ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ടിനു ജോർജ് എന്താണ് ചെയ്യേണ്ടത്? ടിനു ജോർജ് ഇനി എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ പരിണതപ്രജ്ഞനായ ഒരു ദൈവദാസനോട് ഞാൻ ചോദിച്ചു. ആ ദൈവദാസൻ ടിനു ജോർജുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ദൈവദാസനാണ്, വളരെ അടുത്ത് സഹകരിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്,
ഞാനാണ് ടിനു ജോർജിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ അടുത്ത ഞായറാഴ്ച സഭയിൽ ചെല്ലും. ഞാൻ സഭയിൽ വളരെ പരസ്യമായി എല്ലാവരോടുമായി പറയും, എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലെ ശുശ്രൂഷയിൽ ഒരു തെറ്റുപറ്റിപ്പോയി. ഞാൻ പറയാൻ പാടില്ലാത്ത രീതിയിൽ പറഞ്ഞു. അത് നിങ്ങളിൽ പലർക്കും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ വളരെ അപമാനകരമായ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ സഭയെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം എന്നിലൂടെ സംഭവിച്ചു പോയി. ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും, ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുമെന്ന് ആ ദൈവദാസൻ പറഞ്ഞു. ഇങ്ങനെ പറയണമെന്ന് ആ ദൈവദാസൻ പാസ്റ്റർ ടിനുവിനെ വിളിച്ച് ഉപദേശിച്ചു എന്നുകൂടെ അദ്ദേഹം എനിക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട്. എനിക്കും പാസ്റ്റർ ടിനു ജോർജിനോട് ഇത് തന്നെയാണ് പറയുവാനുള്ളത്. ദയവായിട്ട് പാസ്റ്റർ ശുശ്രൂഷ ദൈവം തന്നതാണ്. ആ ശുശ്രൂഷ നശിച്ചു പോകുവാൻ ഇടയാകരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവസരം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവസന്നിധിയിൽ ക്ഷമ പറയുക. 2, ദൈവജനത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ സഭയിൽ പരസ്യമായിട്ട് സംഭവിച്ചു പോയതിനെക്കുറിച്ച് ഏറ്റുപറയുക. 3ാമത് ഒരു നിർദ്ദേശം കൂടെ എനിക്ക് പറയുവാനുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ ഇതറിഞ്ഞു. ലോകമെങ്ങുമുള്ള പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് അപമാനകരമായ ഒരു കാര്യമായി ഇത് മാറ്റി. അതുകൊണ്ട് പബ്ലിക്കിൻ്റെ മുൻപിൽ ഒരു വീഡിയോയിലൂടെ എൻ്റെ സഭയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായി എനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റാണ്, ഞാൻ അതിന് പൊതുസമൂഹത്തോട് ക്ഷമ പറയുന്നു എന്ന് ഒരു വാക്ക് പറയുവാൻ സാധിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിച്ചതിൻ്റെ 1000 മടങ്ങായി ദൈവം ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം ധാരാളമായി പാസ്റ്റർ ടിനു ജോർജിനെ അനുഗ്രഹിക്കട്ടെ. ദൈവജനം അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്കത് പതിവായി ലഭിക്കേണ്ടതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നന്ദി.